അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നിർബന്ധമായിട്ടും അടുത്ത LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി LGS ആയിക്കോട്ടെ, LSC ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും അതിലൊരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം, അല്ലെ? അപ്പോ അതിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചിലരെങ്കിലും വിചാരിക്കും ഇത്രത്തോളം ഒക്കെ വേണോ എന്നുള്ളത്. കുറച്ച് സ്ലൈഡുകൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിലര് ചോദിക്കും. പക്ഷേ കോമ്പറ്റീറ്റീവ് ആയ PSCയെ നമ്മുടെ വരുതിയിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നാ നമുക്ക് പോയാലോ, നോക്കാം. ഓക്കെ, യെസ്. അപ്പോ ഇതാണ് പുതിയ പാർലമെന്റ് മന്ദിരം. ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതാണ് ഷേപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാമേ. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിനെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഓക്കെ, 2020 ഡിസംബർ 10 എന്നാണ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. എന്നാണ് 2020 ഡിസംബർ 10 കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ തറക്കല്ലിട്ടത് നല്ല തണുപ്പുള്ള മാസത്തിലാണ്, ഡിസംബറിലാണ് തറക്കല്ലിട്ടത്. എന്നാൽ ഉദ്ഘാടനം ചെയ്തത് ചൂടുള്ള ഒരു മാസത്തിലാണ്, 2023 മെയ് 28 ഇത് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ 20-10 തണുപ്പുള്ള മാസമാണ്. 2020 ഡിസംബർ 10 എന്ത് ചെയ്തത്, തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28 കേട്ടോ. 23, 28 രണ്ടും തറക്കല്ലിട്ടതും ഉദ്ഘാടനം ചെയ്തതും ആര് തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി ഏതാകൃതിയിലാണ് ചിത്രം നോക്കിയേ. യെസ്, ഇത് ത്രികോണാകൃതി എന്നുള്ളതാണ് ഒഫീഷ്യലി പറയുന്നത്. പക്ഷെ നോക്കിയേ, നിങ്ങൾ അതിന്റെ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ത്രികോണാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ചെറിയ വാതിലുകൾ ഉണ്ട്. നോക്കിയേ, ഇവിടെ കണ്ടോ, 1, 2, 3 കവാടങ്ങൾ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ ആ കവാടങ്ങളും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഷഡ്ഭുജാകൃതിയിലാണ്. പക്ഷെ ഏരിയൽ വ്യൂ നോക്കി കഴിഞ്ഞാൽ അതിനൊരു ത്രികോണാകൃതിയാണ്. അപ്പൊ ആകൃതി ചോദിച്ചു കഴിഞ്ഞാൽ ത്രികോണാകൃതി എന്ന് പറഞ്ഞാൽ മതി. എത്ര കവാടം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3 കവാടങ്ങൾ. ആ 3 കവാടം കൂടെ കൂട്ടുമ്പോൾ വേണമെങ്കിൽ ഷഡ്ഭുജാകൃതിയുടെ ഏകദേശ രൂപം എന്ന് പറയാം. പക്ഷെ ആകൃതി ത്രികോണാകൃതി എന്നുള്ളതാണ് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ത്രികോണാകൃതിയിലാണ്. പറഞ്ഞേ, എന്നാണ് തറക്കല്ലിട്ടത്? തറക്കല്ലിട്ടത് എന്നാണ് 2020 ഡിസംബർ 10. തറക്കല്ലിടുമ്പോ നല്ല തണുപ്പായിരുന്നു കേട്ടോ. തറക്കല്ലിടുമ്പോ നല്ല തണുപ്പായിരുന്നു. ഡിസംബർ 10, 2020 ഡിസംബർ 10. ഓക്കെ, ഉദ്ഘാടനം ചെയ്തതോ 2023 മെയ് 28 കേട്ടോ. 2023 മെയ് 28 എന്ത് ചെയ്തത്, ഇനാഗുറേറ്റ് ചെയ്തത്. രണ്ടും ചെയ്തതാരാ? രണ്ടും ചെയ്തത് നമ്മുടെ മോദിജിയാണ് കേട്ടോ. മോദിജിയാണ് എന്ന് നോട്ട് ചെയ്തു നോക്കാം. അപ്പൊ ആ പോയിന്റ്സ് ഓക്കെ അല്ലേ? ത്രികോണാകൃതിയാണെന്നുള്ളതും തറക്കല്ലും പിന്നെ ഉദ്ഘാടനം ചെയ്തതും എത്ര കവാടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ഇഷ്ടംപോലെ പോയിന്റ് പഠിക്കാൻ കേട്ടോ. നമ്മൾ പാർലമെന്റ് മന്ദിരം എന്ന് പറയുമ്പോൾ കുറച്ച് പോയിന്റ്സ് പഠിക്കുക പോവാന്നുള്ളതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ 3 പോയിന്റ്സ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകും, ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നോട്ട് എഴുതി എടുക്കുക. ഓക്കെ, ബാക്കി പിന്നെ സമയം പോലെ സൗകര്യം പോലെ പഠിക്കാം എന്നുള്ള മൈൻഡ് സെറ്റോടെ വരുന്ന ആളുകൾ എന്ത് ചെയ്യാന്നറിയോ, അതങ്ങ് മാറ്റി വെച്ചിട്ട് വരിക. ഇവിടെ ഈ ക്ലാസ് തീരുമ്പോഴത്തേക്ക് ഈ പോയിന്റുകൾ ഞാൻ പഠിച്ച് തീരും എന്ന് ഉറപ്പിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഒരു 80% ഇവിടുന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡിയാണോ? ഒരു 80% നമുക്ക് ഇവിടുന്ന് തന്നെ പഠിക്കാം. ബാക്കി ഒരു 20% നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന കൂട്ടത്തില് പഠിച്ച് സെറ്റ് ആയിട്ട് നാളെ വരിക. നാളെ ഈ ടോപ്പിക്കിന്റെ എക്സാം കഴിഞ്ഞിട്ടേ നാളത്തെ ക്ലാസ് നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കൂടെ ഉണ്ടാവണം. നെക്സ്റ്റ്, ഇത് പറഞ്ഞില്ല. വൃത്താകൃതിയിലുള്ള പഴയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത് 1927 ജനുവരി 18. കണ്ടോ നിങ്ങളെ? ഇവിടെ കണ്ടോ? അതിനിപ്പുറത്ത് തന്നെയാണ് അല്ലെ? വൃത്താകൃതിയിലാണ്, ദീർഘവൃത്താകൃതിയിലാണ് കേട്ടോ. ദീർഘവൃത്താകൃതിയിലാണ് പഴയ പാർലമെന്റ് മന്ദിരം. യെസ്, അതെന്നാ നിർമ്മിച്ചത്? 1927 ജനുവരി 18 എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. ഇനി പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ സംവിധാൻ സദൻ എന്നറിയപ്പെടും. ഏത് പേരിൽ അറിയപ്പെടും? സംവിധാൻ സദൻ എന്നറിയപ്പെടും. 1927 ജനുവരി 18 കേട്ടോ. 27 ജനുവരി 18. ഓക്കെ, 1927
18 കേട്ടോ. 1927 ജനുവരി 18 പഴയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത്. പഴയ പാർലമെന്റ് മന്ദിരം സംവിധാൻ സദൻ എന്നറിയപ്പെടും. പഴയ പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നതും പുതിയത് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? യെസ്, ഡൽഹിയിൽ തന്നെയാണ് എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഡൽഹിയിൽ തന്നെയാണെന്ന് പഠിച്ചു വെക്കാം. ഇനി പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ് എന്ന് പഠിച്ചു വെക്കാം. ഹിസ്റ്ററിയൊക്കെ അറിയുന്നവരാണ് ഈ കൂട്ടത്തിൽ ഉള്ളത് അല്ലെ. യെസ്, ആരാണ് പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിലുള്ള CA മാത്രം പറഞ്ഞു പോവല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാന്നേ അല്ലെ, വേണ്ടേ? യെസ്, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നോക്കാം. അപ്പൊ ഈ പോയിന്റുകളൊന്നും സെറ്റ് ആക്കിയേ. വൃത്താകൃതിയിലാണ് പഴയ പാർലമെന്റ് മന്ദിരം. 1927 ജനുവരി 18 അത് നിർമ്മിച്ചത്. സംവിധാൻ സദൻ എന്ന പേരിൽ അറിയപ്പെടും. പഴയ പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താ? പറഞ്ഞേ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താ? യെസ്, ത്രികോണാകൃതിയിലാണ് അല്ലെ. എന്നാണ് അതിന്റെ തറക്കല്ലിട്ടത്? അത് 2020 ഡിസംബർ 10 അല്ലെ, 2010 എന്നാണ് ഇനാഗുറേറ്റ് ചെയ്തത്? 2023 മെയ് 28. എത്ര കവാടങ്ങളുണ്ട്? 3. ഇനി പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണ്? ദീർഘവൃത്താകൃതി. 1927 ജനുവരി 18 നിർമ്മിച്ചത് അല്ലെ. ഓക്കെ, അതിപ്പോ ഇനി ഏത് പേരിൽ അറിയപ്പെടും? സംവിധാൻ സദൻ. എവിടെയാ? ഡൽഹിയിൽ. ആരാത് രൂപകൽപ്പന ചെയ്തത്? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ക്ലാസ്സിൽ എടുത്ത 8 പോയിന്റ് ഇപ്പൊ സെറ്റ് ആണോ? ഓക്കെ ആണോ? യെസ്, 8 പോയിന്റ്സ് ഇപ്പൊ സെറ്റ് ആണോ? ഇപ്പൊ ഞാൻ എന്റെ ഫോണൊന്നും നോക്കുന്നില്ല, കുറെ പേര് ക്ലാസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നോക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ലല്ലോ. ഓക്കെ ആണോ? യെസ്, ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ പഠിക്കൂലേ? ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടല്ലേ പോകുന്നത്? പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. സമയം നമുക്ക് ഒട്ടുമില്ലാതെ വേറെ കാര്യം. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഇരിപ്പിട ശേഷി 790 നമ്മൾ ആദ്യം പഴയത് അങ്ങ് പഠിക്കാം, എന്നിട്ട് നമുക്ക് പുതിയതിനേക്ക് നോക്കാം കേട്ടോ. 790 പഴയ പാർലമെന്റ് കെട്ടിടത്തിന് എന്ത് സംഭവിക്കും? ഇതൊരു മ്യൂസിയം ഓഫ് ഡെമോക്രസി ആയി മാറും. മ്യൂസിയം ഓഫ് ഡെമോക്രസി ആയിട്ട് അത് നിലനിർത്തും. ഏത്? സംവിധാൻ സദൻ. 1927 ജനുവരി 18 സ്ഥാപിച്ച പിന്നെ വന്ന പഴയ പാർലമെന്റ് മന്ദിരം എന്താണ്? മ്യൂസിയം ഓഫ് ഡെമോക്രസി ആയി മാറും. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഏത് ക്ഷേത്രത്തിന്റെ സ്വാധീനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറ്റാവോലിയിലെ ഹിന്ദു യോഗിനി ക്ഷേത്രം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. അത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം കേട്ടോ. യെസ്, അപ്പോ മ്യൂസിയം ഓഫ് ഡെമോക്രസി ആയി മാറും. അത് ഇമ്പോർട്ടന്റ് ആണ്. 790 ഇരിപ്പിടങ്ങളാണെന്ന് പഠിച്ചു വെക്കാം. യെസ്, മിറ്റാവോലിയിലെ ഹിന്ദു യോഗിനി ക്ഷേത്രത്തിന്റെ അധീനതയിലാണ്, സ്വാധീനത്തിലാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അതും പഠിച്ചു വെക്കാം. എന്റെ സൗണ്ട് ക്ലാരിറ്റി ക്ലിയർ അല്ലേ? സൗണ്ട് എന്തോ ഒരു സൗണ്ടിന് ഇഷ്ടായിരിക്കുന്നു. ക്ലാരിറ്റി ഇല്ലേ? പറയണേ. യെസ്, ഓക്കെ അല്ലേ? എല്ലാം പെർഫെക്റ്റ് അല്ലേ? യെസ്. അപ്പൊ അടുത്തയിലേക്ക് പോകുന്നു, നമ്മളെ റിവിഷൻ ചെയ്യുക. യെസ്, ഇതാണ് പഴയ പാർലമെന്റ് മന്ദിരം കേട്ടോ. ഓക്കെ, പഴയ പാർലമെന്റ് മന്ദിരം ഇതാണ്. ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോക്സഭയിൽ 888 സീറ്റുകൾ ഉണ്ട്. നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ പാർലമെന്ററി സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പാർലമെന്റിന് 2 സഭകളുണ്ട് അല്ലെ? പാർലമെന്റിന് 2 സഭകളുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതിൽ ലോക്സഭയിൽ പുതിയ പാർലമെന്റിന് ലോക്സഭയിൽ 888 സീറ്റുകളുണ്ട്. സന്ദർശക ഗാലറിയിൽ 336 പേർക്ക് ഇരിക്കാം. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല സ്റ്റേറ്റ്മെന്റിലും ഇവന്മാരെ തിരികെ കയറ്റി കഴിഞ്ഞാലും നമുക്ക് കിട്ടണേ കേട്ടോ. എത്രയാണ്? 336 പേർക്ക് ഇരിക്കാം. ലോക്സഭയിൽ 888 സീറ്റ് കേട്ടോ. രാജ്യസഭയിൽ 384 സീറ്റ്. 888 സീറ്റ് ലോക്സഭയിലെ. നോട്ട് ദി പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 888 സീറ്റ് ലോക്സഭയിലും 384 സീറ്റ് രാജ്യസഭയിലും.
ഇനി ലോക്സഭ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ പക്ഷിയായ മയിലിനെയും രാജ്യസഭ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ദേശീയ പുഷ്പമായ താമരയെയും പ്രമേയമാക്കിയിട്ടാണ്. അതിന്റെ സീറ്റുകൾ അല്ലെ ആ സമയത്ത് വാർത്തകളിലൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. അതിന്റെ സീറ്റൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോക്സഭയിലാണെങ്കിൽ മയിലിന്റെ ആകൃതിയിലും രാജ്യസഭയിലാണെങ്കിൽ താമരയുടെ ആകൃതിയിലും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഓർക്കണല്ലോ അല്ലെ, 888 അല്ലെ. അപ്പൊ ഇത് ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് ആക്കാം നമുക്ക്, മയിലിന്റെ കേട്ടോ. 888 മയിലിന്റെ രൂപത്തിലും 384 അത് മയിലാന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ താമരാന്ന് കിട്ടിക്കോളും കേട്ടോ. താമരയാണ് 384 താമരയുടെ ആകൃതിയിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ലോക്സഭയിൽ എത്ര സീറ്റ് ഉണ്ട്? 888. എന്താ ആകൃതി? എന്താണ് ആകൃതി? യെസ്, മയിലിന്റെ ആകൃതി. ഓക്കെ, മയിലിന്റെ ആകൃതിയിലാണ്. രാജ്യസഭയാണെങ്കിൽ 384 സീറ്റാണ്. എന്തിന്റെ ആകൃതി ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ഇതിന് തറക്കല്ലിട്ടത്? കമന്റ് വരട്ടെ. എന്നാണ് തറക്കല്ലിട്ടത്? തറക്കല്ലിട്ടത് എന്നാ? യെസ്, തറക്കല്ലിട്ടത് എന്നാ? 2020 ഡിസംബർ 10 ഇനാഗുറേറ്റ് ചെയ്തെന്നാണ് 2023 മെയ് 28 അല്ലെ. യെസ്, എന്താണ് ആകൃതി? എന്താണ് ഇതിന്റെ ആകൃതി? ആകൃതി എന്താണ്? യെസ്, ത്രികോണാകൃതിയിലാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താ? യെസ്, പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൃത്താകൃതിയിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. ഇവിടെ എത്ര സീറ്റ്, പഴയ പാർലമെന്റ് മന്ദിരത്തിൽ എത്ര ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു? പഴയ പാർലമെന്റ് മന്ദിരത്തിന് എത്ര ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 790. ഇവിടെയോ ലോക്സഭയില് 888. എന്തിന്റെ ആകൃതിയാ? മയിലിന്റെ ആകൃതിയിലാണ്. ഓക്കെ, രാജ്യസഭയിലോ 384 അല്ലേ, 384 സീറ്റ്. എന്തിന്റെ ആകൃതിയാ? എന്തിന്റെ ആകൃതിയാ? യെസ്, ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് നോക്കാം. രണ്ടും എവിടെയാണ്? ഡൽഹിയിലാണ് എന്നും പഠിച്ചു നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓക്കെ ആണോ? ഇത്രയും പോയിന്റുകൾ ഓക്കെ ആണോ? മനസ്സിലായോ? സെറ്റ് ആണോ? പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകൾ നമ്മുടെ പോക്കറ്റിലായോ? യെസ്, ഓക്കെ അല്ലേ? യെസ്. സംശയം ഉണ്ടെങ്കിൽ പറയണേ. യെസ്, നമ്മൾ അവസാനം ആകുമ്പോൾ നമ്മളൊന്ന് റാപ്പിഡ് ഫയർ റിവിഷൻ നടത്തും. അതാണ് നമ്മുടെ മെയിൻ കേട്ടോ. അവസാനം നമ്മൾ പടപടാന്ന് പറഞ്ഞ റിവിഷൻ ചെയ്യും. അതിനകത്ത് നമ്മൾ പഠിപ്പിച്ച എല്ലാം 80% കേട്ടോ, ഓർമ്മയുണ്ടാവണേ. നെക്സ്റ്റ്, അംഗങ്ങൾക്ക് പരസ്പരം ഇടപഴകാൻ പൊതുസ്ഥലമായി സെൻട്രൽ ലോഞ്ച് ഉണ്ടാവും. ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇതിന്റെ തുറസായ മുറ്റത്ത് ദേശീയ വൃക്ഷമായ ആൽമരവും ഉണ്ടാവും. അപ്പോ ഈ പറയുന്ന പാർലമെന്റിന്റെ തുറസായ മുറ്റത്ത് ഏത് മരം ഉണ്ടാവുക? മാവോ, യെസ്, വേറെ പേരാലോ ഒന്നുമല്ല. ഏതാണ്? ആൽമരമാണ് എന്നോട് ചെയ്തു. പഴയ പാർലമെന്റിലേതുപോലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സംയുക്ത സമ്മേളനങ്ങൾക്കായി സെൻട്രൽ ഹാളില്ല. സെൻട്രൽ ഹാൾ ഉണ്ട് എന്നായിരിക്കും സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക. സെൻട്രൽ ഹാൾ ഇല്ല കേട്ടോ. പഴയ പാർലമെന്റ് മന്ദിരത്തിനെ സംയുക്ത സമ്മേളനങ്ങൾക്കായിട്ട്, ജോയിന്റ് സിറ്റിംഗിനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത നമ്മുടെ ജോയിന്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനങ്ങൾക്കായിട്ട് സെൻട്രൽ ഹാൾ ഉണ്ടായിരുന്നു. ഇതിലില്ല കേട്ടോ, ഇല്ല. ഇനി പുതിയ മന്ദിരത്തിൽ കാണുന്നില്ല നിങ്ങൾക്ക്? യെസ്, പുതിയ മന്ദിരത്തിൽ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം ലോക്സഭാ ചേംബറിലാകും നടക്കുക കേട്ടോ. അപ്പൊ ശരിക്കും കറണ്ട് അഫെയർ മാത്രമല്ല, നമ്മളിവിടെ കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പഴയ പാർലമെന്റ് മന്ദിരത്തിന് സംയുക്ത സമ്മേളനത്തിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? ഒരു സിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു, സെൻട്രൽ ഹാൾ ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല കേട്ടോ. ഇവിടെ ലോക്സഭാ ചേംബറിലായിരിക്കും നടക്കുക. പിന്നെ അവിടെ ആലുണ്ട് എന്നും നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ആലുണ്ട് എന്ന പോയിന്റും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ ആണോ? യെസ്. അപ്പൊ ആ പോയിന്റുകൾ ഓക്കെ ആണേ, ക്ലിയർ ആണേ? യെസ്. നെക്സ്റ്റ്, പാർലമെന്റ് മന്ദിരത്തിന്റെ മധ്യത്തിലായി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ആണ് മറ്റൊരു പ്രത്യേകത. പാർലമെന്റ് മന്ദിരത്തിന്റെ മധ്യത്തിലായിട്ട് എന്തുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഉണ്ട്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത.
ഇതിന് മുകളിലായി അശോകസ്തംഭമുണ്ട്. അപ്പൊ അശോകസ്തംഭം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാർലമെന്റ് മന്ദിരത്തിന്റെ മധ്യത്തിലായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഉണ്ട്, അവിടെയാണ്. അതിന് മുകളിലായിട്ട് അശോകസ്തംഭം ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കണേ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഹാളിൽ ഭരണഘടനയുടെ പകർപ്പ് മുഴുവൻ സമയവും സൂക്ഷിക്കും. നമ്മുടെ ഭരണഘടനയുടെ ഒരു പകർപ്പുണ്ട്, അശോക സ്തംഭമുണ്ട്. എവിടെ? സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ. ഓക്കെ. കൂടാതെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് മുൻ പ്രധാനമന്ത്രിമാർ എന്നിവരുടെ ചിത്രങ്ങളും അലങ്കരിച്ചിരിക്കുന്നു. ഈ ആളുകളുടെ പേരുകളൊക്കെ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. കറണ്ട് അഫെയറിലല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കും. അല്ലെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചോദിക്കുക അല്ലെ, പൊളിറ്റിയിൽ ചോദിക്കും. അപ്പൊ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ മുൻ പ്രധാനമന്ത്രിമാർ, അവരുടെ ചിത്രങ്ങളും എവിടെയുണ്ട്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ ഉണ്ട് കേട്ടോ. അശോക സ്തംഭവും ഉണ്ട്. ഇനി പ്രധാന കവാടങ്ങൾ 3 കവാടങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞേ. 3 കവാടങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇത്: ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അതില് കേട്ടോ, ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്ന് പറയുന്ന 3 വാതിലുകളാണുള്ളത്, കവാടങ്ങളാണുള്ളത് എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ ബാപ്പുജി, ചാച്ചാജി, നേതാജി അവരുടെ ചിത്രങ്ങളും മറ്റു പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങളും ഉണ്ട്. 3 കവാടങ്ങളാണുള്ളത്. ഏതൊക്കെയായിരുന്നു? കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാനദ്വാർ. അങ്ങനെ 3 ദ്വാറുണ്ട് എന്ന് പഠിച്ചു വെക്കാം. പാർലമെന്റ് മന്ദിരത്തിന്റെ മധ്യത്തിലായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ് മറ്റൊരു പ്രത്യേകത എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി ആ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്ര നേരം എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്തിരി വെള്ളം കുടിക്കാലോ അല്ലെ? അപ്പൊ നമുക്കേ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ഇതേപോലെ നിന്നിട്ട് സ്ക്രീനിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ഞാൻ അവിടെ ഇരുന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് PDF ക്ലാസ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് രണ്ടും ടെസ്റ്റ് ചെയ്യാം. ഏതാണോ കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നുന്നത് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഇടയിൽ എന്തുണ്ടെന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു 4-5 പേജ് ആയിട്ടുള്ളൂ. 2 പേജും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാം നടത്തും. ക്ലാസ്സിൽ നിന്ന് തന്നെ ഇപ്പൊ പഠിച്ചത് ഇപ്പൊ തന്നെ ഒരു എക്സാം നടത്തും. അത് എങ്ങനെ ഉണ്ടാവും? അതിനകത്ത് നമ്മൾ ഓർമ്മശക്തിയുടെ പുലികളെയും പുപ്പുലികളെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് നിന്ന് കണ്ടെത്താം കേട്ടോ. ഇപ്പൊ പഠിച്ചത് ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പരീക്ഷ നടത്തും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തെങ്കിൽ ഞാനൊരു റാപ്പിഡ് ഫയർ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓർമ്മയുണ്ടോ നോക്കാം. യെസ്, യെസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 5 ചോദ്യം ചോദിക്കാം കേട്ടോ. ഇത് എക്സാം അല്ല, ചുമ്മാ ചോദിക്കുകയാണ്. കാരണം ഒരേ ടോപ്പിക് തന്നെ ആകുമ്പോൾ ചെറിയൊരു ബോറടി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സിലേക്ക് പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതാകുമ്പോൾ ഒരു ടോപ്പിക് അങ്ങ് ഫുൾ ആയിട്ട് സെറ്റ് ആവും. പക്ഷേ പിന്നെ എന്താ പറയാ, ഒരു ചെറിയ ബോറടി ഉണ്ടാവും. ഒരേപോലത്തെ സാധനങ്ങളല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇടയിൽ നമ്മൾ റിവിഷനും ഇതുപോലെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചങ്ങ് പോവാം കേട്ടോ. പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിൽ അറിയപ്പെടും? കമന്റ് ചെയ്തേ. 5 എണ്ണം നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. നിങ്ങളോട് ഒരു പരീക്ഷ നടത്തുകയാണേ. പഴയ പാർലമെന്റ് മന്ദിരം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 സംവിധാന സദൻ കിട്ടിയ ആളുകൾ മനസ്സിൽ ഒരു ശരിയിടുക. 1 ശരി. രണ്ടാമത്തെ ചോദ്യം, ഈ പഴയ പാർലമെന്റ് മന്ദിരം ഇനി എന്താക്കി മാറ്റും? എന്താക്കി മാറ്റും? യെസ്, മ്യൂസിയം ഓഫ് ഡെമോക്രസി ആക്കി മാറ്റും എന്ന് മനസ്സിലേക്ക് വന്ന ആളുകൾ രണ്ടാമത്തെ മാർക്കും കിട്ടി അല്ലെ. ഇനി എത്ര സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത്? രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം 384 കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തത് നിങ്ങൾക്ക് ശരിയിടാം. ഓക്കെ, ഇനി ലോക്സഭയിലെ ഇരിപ്പിടങ്ങൾ ഏതിന്റെ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലോക്സഭയിലെ ഇരിപ്പിടങ്ങൾ യെസ്, മൈലിന്റെ രൂപത്തിലാണ് എന്ന പോയിന്റ് കിട്ടുകയാണെങ്കിൽ നാലാമത്തവും നിങ്ങൾക്ക് ശരിയിടാം. ഓക്കെ, ഇനി എത്ര കവാടങ്ങളാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണാണല്ലോ, അതെല്ലാവർക്കും അറിയാം. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ കൂടാതെ ഒരു ദ്വാർ കൂടിയുണ്ട്. ഏതാണത്? 5ാമത്തെ ചോദ്യം. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അല്ല, ഉത്തരം പറഞ്ഞു പോയി അല്ലെ, കർമ്മദ്വാർ. യെസ്, അപ്പൊ അതും കിട്ടി. 5-ൽ 5 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൈയടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോട്ടെ.
കിട്ടിയോ? എത്ര മാർക്ക് കിട്ടി? 5-ൽ. യെസ്, പരീക്ഷകൾ ഇടക്ക് നടത്തണം. നമ്മൾ എന്ത് ചെയ്യാണ്? പഠിച്ചു പോവാണേ. ക്ലാസ്സിലേക്ക് ഇനിയും ആളുകൾ വരാനുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് ഇനിയും ആളുകൾ വരാനുണ്ട്. ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണേ കേട്ടോ. കാരണം നമ്മൾ പച്ചവെള്ളത്തിൽ ഒരു പുതിയ പരിപാടി തുടങ്ങിയതാണ്. കുറച്ചും കൂടിയൊക്കെ ആളുകൾ വരണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഹൗസിന് എത്ര പ്രവേശന കവാടങ്ങൾ ഉണ്ട്? ഇനി ഞങ്ങളെ പഠിപ്പിക്കേണ്ട, നമുക്കറിയാം അല്ലെ. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, 3 പ്രവേശന കവാടങ്ങളിലുള്ള 6 കാവൽ പ്രതിമകളുടെ പേരുകൾ എന്തൊക്കെയാണ്? 3 പ്രവേശന കവാടങ്ങളിലുള്ള 6 കാവൽ പ്രതിമകളുടെ പേരുകൾ. ഗജ ഗരുഡ, ഗജ ഗരുഡ. അശ്വ ശാർദൂല, അശ്വ ശായിൽ അവസാനിച്ചു, ശർദൂല. ഓക്കെ, ഗഗ അല്ലെ, ഗജ ഗരുഡ, അശ്വ ശാർദൂല, അശ്വ ശ്വാർദൂല. ഓക്കെ, അത് രണ്ടും സെറ്റായി. മകരം ഹംസ്. ഓക്കെ, മകരഹംസം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പൊ അതും കിട്ടൂലേ? കിട്ടണം. ഗജ ഗരുഡ അല്ലെ, അശ്വ ശർദൂല, മകരം ഹംസ്, മകരം ഹംസ എന്നുള്ളതാണ് 6 കാവൽ പ്രതിമകളുടെ. അപ്പൊ 3 കവാടങ്ങളുണ്ട്, 6 കാവൽ പ്രതിമകളുടെ പേരുകളെ എഴുതി വെക്കണം, പഠിക്കണം കേട്ടോ. ഇനി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മിത വിസ്തീർണം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20,866 ചതുരശ്ര മീറ്റർ, അതായത് 2,24,600 ചതുരശ്ര അടി. യെസ്, മാറ്റം വന്ന PSC നമ്മൾ എന്ത് ചെയ്യണം? മാറി ചിന്തിച്ച് പഠിക്കണം കേട്ടോ. യെസ്, അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കാം. ചതുരശ്ര മീറ്ററും എത്ര ചതുരശ്ര അടിയാണെന്നുള്ളതും പഠിച്ചു വെക്കാം. 3 കവാടങ്ങൾ, 6 പ്രതിമകൾ അല്ലെ, കാവൽ പ്രതിമകൾ. ഗജ ഗരുഡ, അശ്വശർദൂല, മകരം ഹംസ് എന്നും നോട്ട് ചെയ്തു വെക്കാം. 6 എണ്ണം കേട്ടോ. അപ്പൊ അതും യെസ് നമ്മുടെ പോക്കറ്റിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആയില്ലേ? അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കാൻ നെഹ്റുവിന് മൗണ്ട് ബാറ്റൺ നൽകിയ, ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കാൻ നെഹ്റുവിന് മൗണ്ട് ബാറ്റൺ നൽകിയ സ്വർണ്ണ ചെങ്കോൽ സ്പീക്കറുടെ സീറ്റിന് സമീപം സ്ഥാപിച്ചു. ഓക്കെ, യെസ്, പുതിയ പാർലമെന്റ് മന്ദിരം വന്നപ്പോ നമുക്ക് അധികാരം കിട്ടിയതിന്റെ സൂചകമായി കിട്ടിയ നെഹ്റുവിന് മൗണ്ട് ബാറ്റൺ നൽകിയ സ്വർണ്ണ ചെങ്കോൽ സ്പീക്കറുടെ സീറ്റിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരം പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും. ഓക്കെ, പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ, ഇത് ഒന്നിച്ചാണ്. പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ, കളർ അവിടെ നോക്കണം. പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഭാരത് സൻസദ് ഭവൻ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്നു കേട്ടോ. പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഭാരത സൻസദ് ഭവൻ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്നു എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. ഓക്കെ, യെസ്, 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, രാവിലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലത്തെ ക്ലാസ്സിൽ കേൾക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അവിടെ ടോപ്പിക് ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ വരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ടോപ്പിക് വൈസ് ആകുമ്പോ അത് എന്താണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പോവാണ്. അപ്പൊ അധികാര കൈമാറ്റത്തെ സൂചിപ്പിക്കാൻ നെഹ്റുവിന് മൗണ്ട് ബാറ്റൺ നൽകിയ സ്വർണ്ണ ചെങ്കോൽ സ്പീക്കറുടെ സീറ്റിന് സമീപം സ്ഥാപിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരം പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിലും ഭാരത് സൻസദ് ഭവൻ എന്ന് ഹിന്ദിയിലും അറിയപ്പെടും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ അതും സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ റിവിഷൻ എന്തായാലും വേണം. അപ്പൊ 3 കവാടങ്ങളുടെ പേരുകൾ എന്ന് പറഞ്ഞേ. 3 കവാടങ്ങളാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 കവാടങ്ങൾ? ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ കേട്ടോ. ഓക്കെ, യെസ്. പിന്നെന്താ, ആരുടെയൊക്കെ ഫോട്ടോസ് ആണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്, ചില്ലിട്ട് വെച്ചിരിക്കുന്നത്, ചിത്രങ്ങളും അലങ്കരിച്ചിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മറ്റു മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ പ്രതിമകളാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഇനി എത്രയാണ് വിസ്തീർണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസ്തീർണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
20,866 ചതുരശ്ര മീറ്റർ, അതായത് 2,24,600 ചതുരശ്ര അടി എന്നും നോട്ട് ചെയ്തു വെക്കാം. എത്ര രൂപയുടെ നാണയവും സ്റ്റാമ്പും ആണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, എത്ര രൂപയുടെ നാണയവും സ്റ്റാമ്പുമാണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്ര രൂപയുടെയാണ്? 75 രൂപയുടെ നാണയവും സ്റ്റാമ്പും ആണ് പുറത്തിറക്കിയത് എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ ആണ്? പഠിച്ചല്ലോ അല്ലേ? പഠിച്ചില്ലേ? ഇനി അടുത്തത്, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഹൗസിന്റെ ഉദ്ഘാടന വേളയിൽ മത നേതാക്കൾ ഏത് പ്രാർത്ഥനാ ചടങ്ങാണ് നടത്തിയത്? വളരെ വിവാദമായ ഒരു കാര്യമായിരുന്നു അല്ലെ? പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏത് പ്രാർത്ഥനാ ചടങ്ങാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവധർമ്മ പ്രാർത്ഥനാ സമ്മേളനം എന്നിനോട് ചെയ്തു, സേവനം എന്നിനോട് ചെയ്തു കേട്ടോ. സർവധർമ്മ പ്രാർത്ഥനാ സേവനം എന്നിനോട് ചെയ്തു വെക്കാം കേട്ടോ. അപ്പൊ അതും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 രൂപയുടെ നാണയവും സ്റ്റാമ്പുമാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പ്രാർത്ഥന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവധർമ്മ പ്രാർത്ഥനാ സേവനം എന്നിനോട് ചെയ്തു വെക്കാം കേട്ടോ. ഓക്കെ, കുറെ സ്വാമിമാരൊക്കെ വന്നിട്ട് അല്ലെ, പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനാണോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതാണ് അല്ലെ. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കാം. ഇനി പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത് ടാറ്റ പ്രൊജക്ട്. വളരെ ഇമ്പോർട്ടന്റ്, ഈ ക്ലാസ്സിൽ പഠിച്ച പോയിന്റുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ പ്രൊജക്ട്. എന്നാൽ PSC ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക, പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഏത് കമ്പനിയാണ്? പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഏത് കമ്പനിയാണ്? ഓപ്ഷൻ എ ടാറ്റ. പിന്നെ ബിയും സിയും ഡിയും നമുക്ക് വേണ്ട അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ? നമ്മൾ ഇതിന്റെ നിർമ്മാണ ചുമതല ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടാറ്റയ്ക്കാണ്. പക്ഷേ രൂപകൽപ്പന ചെയ്തത് ഏത് കമ്പനിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCP ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഒന്ന് രൂപകൽപ്പന ചെയ്തതാണ്, ഒന്ന് നിർമ്മാണ ചുമതലയാണ്. രണ്ടും എടുത്തു പഠിച്ച് മാറ്റി വെക്കുക കേട്ടോ. നിർമ്മാണ ചുമതല ടാറ്റ ഗ്രൂപ്പിനാണെങ്കിൽ അതിന്റെ രൂപകൽപ്പന ചെയ്തതാണ് ആര്? HCP ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഞാൻ പറഞ്ഞതിൽ വല്ല കറക്റ്റ് ഉണ്ടോ അല്ലേ? കാരണം നമ്മൾ ടാറ്റ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ടാറ്റയെ വരുള്ളൂ അല്ലേ? ഇനി സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നായിരുന്നു നിർമ്മാണ പദ്ധതിയുടെ പേര് കേട്ടോ. നിർമ്മാണ പദ്ധതിക്ക് നൽകിയത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് അല്ലെ. സെൻട്രൽ വിസ്ത പ്രൊജക്ടിന് കീഴിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ തന്നെയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവും. ഓക്കെ, അതിന് പേര് കൊടുത്തത് തന്നെ സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നായിരുന്നു നിർമ്മാണ പദ്ധതിയുടെ പേര് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, റൈസ് എ ഹാൻഡ് അടിക്കുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ചെക്ക് ചെയ്യാണോ അതോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ജംഷി, സിമി, അശ്വതി, സിത്താര. ജംഷി എന്തോ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. എന്തേ പറയാനുണ്ടോ? ഹലോ, ജസ്മി ചുമ്മാ റൈസ് ഹാൻഡ് അടിച്ചാണോ? കേൾക്കുന്നില്ല. എല്ലാരും ഇപ്പൊ ഇതിനകത്ത് കളിക്കുക. അത് ശരി. അങ്ങനെ റൈസ് ഹാൻഡ് അടിക്കാം കേട്ടോ. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും മനുഷ്യ സഹജമായിട്ട് സ്വാഭാവികമായിട്ടും വരും. നമ്മളിത് റിസർച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഹാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം കേട്ടോ. ഇവിടെ നിങ്ങളൊന്നുമില്ല, ഞാൻ വലിയൊരാൾ, നിങ്ങളൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൂട്ടായിട്ട് പഠിക്കാം കേട്ടോ. ഇന്ന് മുതലേ നമ്മുടെ ചാനലില് ശ്രദ്ധിച്ചു കേൾക്കണേ. പച്ചവെള്ളം PSC എന്ന് പറയുന്ന നമ്മുടെ ചാനലില് ടെലഗ്രാം ചാനലാണ്. പച്ചവെള്ളം PSC എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടല്ലോ. ഇനി നിങ്ങൾ പത്രം വായിക്കണ്ട എന്ന് പറഞ്ഞ ലേബലില് ഒരു പുതിയ പദ്ധതി വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പത്രം വായിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനൽ പച്ചവെള്ളം PSC കേട്ടോ. അതായത് ഓരോ ദിവസവും പത്രത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടും.
ഓക്കെ യെസ്. അപ്പൊ അതിന് നിങ്ങൾ ഇനി വേറെ എവിടെയും തരേണ്ട. ജനുവരി 1 മുതൽ ഇനി അങ്ങോട്ട് ഡെയിലി നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. പച്ചോളം PSC ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തോളാം, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളാം കേട്ടോ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ നമ്മളെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. എന്നാ ഇതിന്റെ തറക്കല്ലിട്ടത് 2020 എന്നാ തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നാണല്ലോ അല്ലെ. എത്ര കവാടങ്ങൾ ഉണ്ടായിരുന്നു? 3 ആണല്ലോ. ഓക്കെ, അതിലെ 3 കവാടത്തിന്റെ പേരൊന്ന് പറഞ്ഞേ, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഏതാ? വരട്ടെ കവാടത്തിന്റെ പേര് വരട്ടെ. യെസ്, എന്ത് ദ്വാരൊക്കെയായിരുന്നു? ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ അല്ലെ. ഓക്കെ, ഇനി 3 കവാടങ്ങളിൽ 6 പ്രതിമകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പിന്നെ പ്രാർത്ഥനയുടെ പേരെന്താന്ന് നമ്മൾ പഠിച്ചത്? സർവധർമ്മ പ്രാർത്ഥന സേവനം എന്ന പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആരാണ് ഇതിന്റെ നിർമ്മാണ ചുമതല? ടാറ്റയ്ക്കാണ്. ആരാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCP ഡിസൈൻ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? യെസ്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. നമ്മൾ മുന്നോട്ട് പോകുന്നേ. നെക്സ്റ്റ്, ഇതിപ്പോഴും കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കേണ്ട, അറ്റം കണ്ടിട്ടേ നമ്മൾ നിർത്തുള്ളൂ കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ഗുജറാത്തുകാരനായ ബിമൽ പട്ടേൽ. രൂപകൽപ്പന ചെയ്തതാരാണ്? ബിമൽ പട്ടേൽ കേട്ടോ. ഓരോ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കില്ല, ഈ പോയിന്റ് ചോദിക്കില്ല എന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തോ? ഇല്ല കേട്ടോ, എല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ബിമൽ പട്ടേൽ 2019 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ്. രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേൽ. ആകെ ചെലവ് 13,450 കോടി. അത്രേ ഉള്ളൂ, 13,450 കോടി. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന് വിവിധ ബദലുകൾ നിർദ്ദേശിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? ഓക്കെ യെസ്, അതായത് ഓരോരോ കാര്യത്തിനും ബദലുകൾ നിർദ്ദേശിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012 മുൻ സ്പീക്കർ മീര കുമാർ ആണ് അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ളതും വായനയുടെ കൂട്ടത്തിൽ കൊണ്ടുപോവുക. ആദ്യത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ഗുജറാത്തുകാരനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിമൽ പട്ടേൽ. 2019 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് എന്ന് പഠിച്ചു വെക്കാം. ആകെ ചെലവ് 13,450 കോടി എന്നും പഠിച്ചു വെക്കാം. യെസ്, ലാസ്റ്റത്തെ പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന് വിവിധ ബദലുകൾ നിർദ്ദേശിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012 മുൻ സ്പീക്കർ മീര കുമാർ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. യെസ്, ഇനി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഹൗസിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചുവർ ചിത്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പാർലമെന്റ് ഹൗസിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചുവർ ചിത്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിഭക്ത ഇന്ത്യയുടെ ഭൂപടത്തെ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ യെസ്, അവിഭക്ത ഇന്ത്യയുടെ ചുമർ ചിത്രത്തിനെ ഇന്ത്യയെ വിമർശിച്ചത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ യെസ്, നേപ്പാളും പാകിസ്ഥാനും ബംഗ്ലാദേശും. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, വായിച്ചു പോകാം കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഹൗസിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചുവർ ചിത്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് അവിഭക്ത ഇന്ത്യയുടെ ഭൂപടത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന പോയിന്റ് പഠിച്ച് വെക്കാം. ഓക്കെ, അതിനെ വിമർശിച്ചത് നേപ്പാളും പാകിസ്ഥാനും ബംഗ്ലാദേശും. അല്ലെങ്കിൽ ബംഗ്ലാദേശ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. യെസ്, ഓക്കെ യെസ്. ഇനി എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം, നോട്ട് ചെയ്ത് വെക്കണേ, ദേശീയ ചിഹ്നം പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദേശീയ ചിഹ്നം പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ അനാച്ഛാദനം ചെയ്തത് 2022 ജൂലൈ 11. ആ ഡേറ്റ് ഓർത്തു വെക്കണേ, 2022 ജൂലൈ 11 എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ യെസ്, അപ്പൊ ആ പോയിന്റും ഓർത്തു വെക്കാം. ദേശീയ ചിഹ്നം പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ അനാച്ഛാദനം ചെയ്തത് 2022 ജൂലൈ 11 എന്ന പോയിന്റും പഠിച്ചു വെക്കാം. നോട്ട് PDF കിട്ടുമോ എന്ന് ആരോ കമന്റിൽ ചോദിച്ചു. ഓക്കെ, PDF കിട്ടും, പക്ഷെ നോട്ട് എഴുതിയെടുക്കാനൊന്നും ഇനി വേറെ സമയമില്ല അല്ലെ. ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ നോട്ട് എഴുതിയെടുക്കുക, പഠിക്കുകയും ചെയ്യുക, എല്ലാം ഇവിടുന്ന് തന്നെ ചെയ്യുക. ഈ 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം തീർക്കുക കേട്ടോ. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പരമാവധി ഇവിടുന്ന് തന്നെ എഴുതിയെടുക്കുക. എന്നാ എഴുതിയെടുക്കുന്നതിന് കൂടെ എന്ന് പറഞ്ഞേ, പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ഗുജറാത്തുകാരനായ വ്യക്തി ആരാണ് പറഞ്ഞേ? പുതിയ പാർലമെന്റ് മന്ദിരം
രൂപകൽപ്പന ചെയ്ത ഗുജറാത്തുകാരനായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമൽ പട്ടേൽ എന്ന് പഠിച്ചു വെക്കാം അല്ലെ. യെസ്. പിന്നെ ആരാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത്? പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയാണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. ഓക്കെ. യെസ്. ഇനി എത്ര രൂപയുടെ നാണയവും സ്റ്റാമ്പും ആണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എഴുതിക്കൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാട്ടോ. 75 രൂപയുടെ സ്റ്റാമ്പ് നാണയമാണ് പുറത്തിറക്കിയത് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. യെസ്. ഇനി പിന്നെ പുതിയ പാർലമെന്റ് മന്ദിരം ഹൗസ് ഓഫ് ഇന്ത്യ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നതെങ്കിൽ ഹിന്ദിയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് കാ കേട്ടോ. ഭാരത് കാ. അത് ഒരു കാ അവിടെ ഹിന്ദിയിലെ കാ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. യെസ്. ഭാരത് കാ കേട്ടോ. ഭാരത് കാ സൻസദ് ഭവൻ എന്നാണ് എന്ന് പോയിന്റ് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്. അപ്പൊ ഇത്രയായി കഴിഞ്ഞാല് യെസ് ഒരു MCQ ചോദ്യമാണ് ഇവിടെ വരുന്നത് കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം എന്നായിരുന്നു? ആരും കമന്റ് ചെയ്യരുത്, കമന്റ് ചെയ്യരുത്, ഇവിടെ കമന്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ. യെസ്. ചിലവില് ഡൗട്ട് ഉണ്ടോ? നമുക്ക് നോക്കാം. ഇതൊരു മിനിറ്റ്, ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെ. യെസ്. പോൾ ചെയ്യാം. പോൾ വന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോള് വരുന്നില്ലേ? ആ പോൾ എടുത്തു കഴിഞ്ഞാല് പോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ. യെസ്. നിങ്ങളുടെ സ്ക്രീനിനപ്പുറത്തെ പോൾ എടുത്താൽ മതി കേട്ടോ. യെസ്. വോട്ടുകൾ വരുന്നുണ്ട്. പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. 9 വോട്ടുകളായിട്ട് ഓപ്ഷൻ സി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ശരി ഉത്തരം ഏതാണ്? ചെലവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? യെസ്. 14 വോട്ടായിട്ട് ഓപ്ഷൻ ബി ആണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ഏതാ ശരിയായ ഉത്തരം? 13ഉം 14ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. 14ഉം 15ഉം 14 പോള് ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. യെസ്. ശരി ഉത്തരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് ആണ് കൊടുത്തത്. 2 മിനിറ്റ് കൊടുക്കണ്ടായിരുന്നു അല്ലെ. യെസ്. ഓപ്ഷൻ ബി ആണ് കുറെ പേര് പോൾ ചെയ്തത്. പോൾ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഉത്തരം ഏതാണെന്നറിയോ? ഉത്തരം യെസ്. ഇത്ര ടൈം വേണ്ടല്ലേ? അല്ല, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യല്ലായിരുന്നോ സുഭാഷ്? ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. 2023 സെപ്റ്റംബർ 15-നാണ് കേട്ടോ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത്. 2023 സെപ്റ്റംബർ 19-നാണ് എന്ന് പോയിന്റ് പഠിച്ചു കേട്ടോ. 2023 സെപ്റ്റംബർ 19-നാണ് ആദ്യ സമ്മേളനം. ഉദ്ഘാടനം കഴിഞ്ഞത് എന്നായിരുന്നു? 2023 മെയ് 28-നായിരുന്നു ഇനാഗുറേറ്റ് ചെയ്തത്. അതിനുശേഷം ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19-നാണ്. ഓർത്തു വെക്കണേ കേട്ടോ. സെപ്റ്റംബർ 19 എന്ന് ഓർത്തു വെക്കാം. ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് എല്ലാവർക്കും അറിയാം, വനിതാ സംവരണ ബില്ല്. ലോക്സഭ വനിതാ സംവരണ ബില്ല് 2023 സെപ്റ്റംബർ 19-നാണ് അത് അവതരിപ്പിച്ചത്. നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെ, യെസ്, അധിനിയം എന്നും അറിയപ്പെടുന്നു. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ റാം മേഘ്വാൾ. കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ് ഇത് അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ 128-ാം ഭേദഗതി ബില്ലായിരുന്നു ഇത് എന്ന പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തുടങ്ങി കോൺസ്റ്റിറ്റ്യൂഷനിൽ അവസാനിക്കുന്നു അല്ലെ? അവസാനിച്ചിട്ടില്ല. യെസ്, അതും പഠിക്കുന്നു. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ലോക്സഭ വനിതാ സംവരണ ബില്ലാണ്. എന്നാണ് 2023 സെപ്റ്റംബർ 19-ന് നാരി ശക്തി വന്ദൻ അധിനിയം എന്നും അറിയപ്പെടുന്നു. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ്. കേന്ദ്ര നിയമമന്ത്രിയാണ്. 128-ാം ഭേദഗതിയാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, ഭേദഗതി ബില്ലാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, യെസ്, അതും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ,
നെക്സ്റ്റ് പോട്ടെ, ഇത് എഴുതിയെടുത്തോ. ഓക്കെ, യെസ്. അപ്പൊ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാ, ഒന്ന് കമന്റ് ചെയ്തേ. ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പാർലമെന്റ് മന്ദിരത്തിൽ തന്നെ അല്ലെ. യെസ്, ആദ്യ സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 19 എന്ന് പഠിച്ചു പോകാം കേട്ടോ. സെപ്റ്റംബർ 19 എന്ന് പഠിച്ചു പോകാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 2022 ജൂലൈ 11 എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, ജൂലൈ 11 എന്ന് പഠിച്ചു വെക്കാം. പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ഗുജറാത്തുകാരനായ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബിമൽ പട്ടേൽ എന്ന് പഠിച്ചു പോകാം. അദ്ദേഹത്തിന് 2019 പത്മശ്രീ കിട്ടി എന്ന പോയിന്റ് പഠിച്ചു പോകാം. പിന്നെ ടാറ്റ പ്രോജക്റ്റ് ആണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യെസ്, നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ? ബില്ലിന്റെ സവിശേഷതകൾ കൊണ്ടുവന്നതാണ്. പഠിക്കണോ? പഠിക്കണ്ടേ? വേണോ? യെസ്, ഓക്കെ, ഒന്ന് വായിച്ചു പോകാം കേട്ടോ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 33% സ്ത്രീകൾക്ക് സംവരണം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ആണ്. രാജ്യസഭയിലും ലെജിസ്ലേറ്റീവ് കൗൺസിലും സംവരണം ഇല്ല. ഓക്കെ, ഇനി ബില്ല് നിയമമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്ന ദിവസം മുതൽ 15 വർഷത്തേക്ക് പ്രാബല്യം എന്നുള്ളതാണ് ബില്ലിന്റെ ആദ്യഘട്ടത്തിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, യെസ്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 33% സ്ത്രീകൾക്ക് സംവരണം. രാജ്യസഭയിലും ലെജിസ്ലേറ്റീവ് കൗൺസിലും സംവരണം ഇല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിൽ കേട്ടോ, കൗൺസിലിലെ സംവരണം ഇല്ല. ബില്ല് നിയമമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്ന ദിവസം മുതലേ 15 വർഷത്തേക്ക് പ്രാബല്യത്തിൽ വരും. വായിച്ചു നോക്കി വിചാരിക്കുന്നു. ഇനി SC/ST മണ്ഡലങ്ങളിൽ 33% വനിതാ സംവരണ മണ്ഡലമായി മാറും. SC/ST മണ്ഡലങ്ങളിൽ 33% വനിതാ സംവരണ മണ്ഡലമായിട്ട് മാറും. OBC സ്ത്രീകൾക്ക് പ്രത്യേകം ക്വാട്ടയില്ല എന്നുള്ളതും നിയമത്തിൽ പറയുന്നു. ലോക്സഭയിൽ 181 സീറ്റുകളാണ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക. 181 സീറ്റുകളാണ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ അതും നോട്ട് ചെയ്തു കേട്ടോ. വാലിഡിറ്റി 15 വർഷമാണ്. 181 സീറ്റുകളാണ് ലോക്സഭയിൽ മാറ്റിവെക്കുക. OBCക്ക് പ്രത്യേകം കോട്ടയില്ല. SC/ST മണ്ഡലങ്ങളിൽ 33% വനിതാ സംവരണം ഉണ്ടാവും എന്ന പോയിന്റും പിടിച്ചു വെക്കാം. ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇതെടുത്തപ്പോ എനിക്ക് വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ തോന്നി PSC മാറുകയാണെ നമ്മൾ മാറി പഠിക്കണ്ടേ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോണ്ടേ. യെസ്, എന്നാലേ രക്ഷയുള്ളൂ എന്ന് തോന്നിയപ്പോ അതും എടുത്തു, പഠിച്ചു അല്ലെ. യെസ്, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെന്റ് വന്നാലും അവന്റെ വാപ്പ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടിക്കും കേട്ടോ. യെസ്, ഓക്കെ അല്ലെ. അപ്പാൻ അടിക്കാനല്ല, നമ്മൾ പരീക്ഷയ്ക്ക് അടിക്കുന്നു കേട്ടോ. നെക്സ്റ്റ്, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു MP-ക്ക് ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ, ഇത് നോട്ട് ചെയ്ത് വെക്കണേ, ഒരു ഷെഡ്യൂൾ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും. എത്ര ഷെഡ്യൂൾ ഭാഷകളാണ് ഭരണഘടനയിലുള്ളത്? 22. ഒരു MP-ക്ക് വായിച്ചേ, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു MP-ക്ക് ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും. 22 ഷെഡ്യൂൾ ഭാഷകളാണ് എവിടെയുള്ളത്? 22 ഷെഡ്യൂൾ ഭാഷകളാണ് ഭരണഘടനയിൽ അംഗീകരിച്ചിട്ടുള്ളത് എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ അതും സെറ്റാണ്. ഏകദേശം തീരാനായിട്ടോ. ഓക്കെ, ഇനി സംയുക്ത സമ്മേളനത്തിൽ 1280 MP-മാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യമാണ് പുതിയ പാർലമെന്റ് മന്ദിരം. 1280 MP-മാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യമാണ് പുതിയ പാർലമെന്റ് മന്ദിരം കേട്ടോ. സംയുക്ത സമ്മേളനത്തിൽ കേട്ടോ. ഓക്കെ, 888 സീറ്റ് ലോക്സഭയിലും 384 സീറ്റ് രാജ്യസഭയിലുണ്ട്. സംയുക്ത സമ്മേളനത്തിന് പ്രത്യേകമായിട്ടുള്ള ഏരിയ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ലോക്സഭയിലാണ് കൂടാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ 1280 MP-മാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യമാണ് പുതിയ പാർലമെന്റ് മന്ദിരം കേട്ടോ. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഇന്റീരിയർ ഡിസൈനിൽ 3 ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുന്നു. താമരയും മയിലും ആൽമരവും. ഇതൊക്കെ എവിടെയാ വരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. 3 ദേശീയ ചിഹ്നങ്ങളാണ് ഉൾപ്പെടുന്നത്. താമരയും മയിലും അതുപോലെ തന്നെ ആൽമരവുമാണ് കേട്ടോ. യെസ്, അപ്പൊ അതും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, യെസ്.
നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിട്ടൺ ടെസ്റ്റ് ആണ്. 5 ചോദ്യങ്ങൾ. ഇത് ഞാൻ കളഞ്ഞു, ദീർഘവൃത്താകൃതി ഞാൻ ഇറേസ് ചെയ്തു. ഞാൻ 5 ചോദ്യങ്ങൾ ചോദിക്കാം. അതിനകത്ത് എത്ര നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. ലാസ്റ്റ് നമുക്കത് എത്ര മാർക്ക്, നിങ്ങളിപ്പോ ബുക്ക് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ 1 മുതൽ 5 വരെ നമ്പർ ഇട്ട് വെക്കാം. ഞാനൊരു 5 ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ പഠിച്ചതിനകത്ത് നിന്ന് 5 ചോദ്യം ചോദിക്കാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ദീർഘവൃത്താകൃതി മായ്ച്ചു കളഞ്ഞു. ആദ്യത്തെ ചോദ്യമാണ്, ഒന്നാമത്തെ ചോദ്യമാണ്. ലോക്സഭയുടെ ആകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അതായത് ഇരിപ്പിടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തിന്റെ ആകൃതിയിലാണ്? ലോക്സഭയിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് ആലോചിക്കുക. യെസ്, ഓക്കെ, അവിടെ ഞാനൊരു ചിത്രമൊക്കെ വരച്ചിരുന്നു അല്ലെ. യെസ്, എന്തിന്റെ ആകൃതിയിലാണ്? ഒന്നാമത്തെ ചോദ്യം, മയില് എന്ന ആൻസറെ മനസ്സിലേക്ക് വന്ന ആളുകൾക്ക് ശരിയുത്തരമായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, മറ്റു പ്രധാനമന്ത്രിമാർ, ഇതല്ലാതെ പ്രധാനിയായ ഒരാൾ കൂടി ഈ ഹാളില് ഭരണഘടനയുടെ പകർപ്പും അതുപോലെ തന്നെ ചിത്രങ്ങൾ എവിടെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലെ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, മറ്റു പ്രധാനമന്ത്രിമാരും കൂടാതെ ഒരാളുടെയും കൂടെ ചിത്രം ഉണ്ടായിരുന്നു. ആരാണത്? യെസ്, ഓക്കെ, നെഹ്റുവിനെ കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാം? ശരിയുത്തരമായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് എന്തായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ അന്നുള്ള പ്രാർത്ഥനയുടെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? പ്രാർത്ഥനയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? യെസ്, കിട്ടുന്നുണ്ടോ? സർവധർമ്മ പ്രാർത്ഥനാ സേവനം അല്ലെ? സർവധർമ്മ പ്രാർത്ഥനാ സേവനം എന്ന് നോട്ട് ചെയ്തു വെക്കാം. അത് കിട്ടിയ ആളുകൾക്ക് അതിന്റെ മാർക്കും കൊടുക്കാം. ഓക്കെ, പുതിയ പാർലമെന്റ് മന്ദിരം, നാലാമത്തെ ചോദ്യമാണ്. പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ഗുജറാത്തുകാരനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? യെസ്, ഗുജറാത്തുകാരനായ വ്യക്തി കമന്റ് വരട്ടെ. യെസ്, ആരാ? ബിമൽ പട്ടേൽ എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ബിമൽ പട്ടേൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടിവെക്കാം. അവസാനത്തെ ചോദ്യം, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശരിയുത്തരമായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഇതിൽ 5-ൽ 5 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ പുപ്പുലിയാണ്. 4 ആണെങ്കിൽ നിങ്ങളൊരു പുലിയാണ്. ഇനി 3 ആണെങ്കിൽ നിങ്ങളൊരു മാനൊക്കെയാണ്. 2 കിട്ടിയെങ്കിൽ നിങ്ങളൊരു എലിയാണ്. ഒറ്റ ഒരെണ്ണം മാത്രമേ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, അപ്പോ എത്ര മാർക്കാണ്, അല്ലെങ്കിൽ ഓർമ്മശക്തിയുടെ വേഗതയിൽ നിങ്ങൾ ഏത് ജീവിയായിട്ട് വരും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. യെസ്, 5 കിട്ടിയോ? അപ്പൊ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചോ? 5 വേണമെന്ന് ഞാൻ പറയുന്നില്ല, 4 നിങ്ങൾക്ക് കിട്ടിയോ? ഒരു 80% കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടിയോ? നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റിയോ? നിങ്ങൾ ഈ ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇതേപോലെ ഒരു 10-40 ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് ഗുണം ചെയ്യില്ലേ? പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി LGS ഫെബ്രുവരി 7-നാണ് നടക്കുന്നത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പൊ തീർച്ചയായിട്ടും എല്ലാ പരീക്ഷക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. 80%, അത്രേ ഞാൻ പറയുന്നുള്ളൂ. 80% നിങ്ങൾ ഇവിടുന്ന് പഠിച്ചോ, ബാക്കി 20% നിങ്ങൾ എന്ത് ചെയ്യണം? നാളത്തെ ക്ലാസ്സിന് മുന്നേ ആയിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഓക്കെ ആണോ? യെസ്, ഓക്കെ അല്ലേ? അപ്പൊ പുതിയതായിട്ട് അൺഅക്കാഡമിയിലെ ക്ലാസ് രാവിലെ 7:30-ക്ക് 4 വർഷമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലുള്ള ആളുകളെ നമ്മൾ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ് ഇത്. യെസ്, പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ്സിന് അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാം. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി എത്തിക്കുക. നമ്മൾ പച്ചവെള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആപ്പ് വഴി നമ്മളിപ്പോ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തു. ഫസ്റ്റ് കോഴ്സ് ആണ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഈ കോഴ്സ് എന്ന് പറയുന്നത്, യെസ്, ഈ കോഴ്സിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും കേട്ടോ. അത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ കോഴ്സ് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഇതിൽ ഞാൻ ആഡ് ചെയ്യും. ലൈവ് ക്ലാസ്സുകളാണ്, 100% ലൈവ് ക്ലാസ്സുകളാണ്. ഈ 100ന്റെ പുറത്ത് വല്ല ക്ലാസ്സും ഉണ്ടെങ്കിൽ അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും കേട്ടോ.
ഓക്കെ യെസ്. കാരണം ഇത് സക്സസ് ആവണം, ഇത് നല്ല രീതിയിൽ എല്ലാവർക്കും അഭിപ്രായമുള്ള രീതിയിലേക്ക് ഇത് വളരണം എന്നുള്ളത് നമ്മുടെ ഒരു അതിയായ ആഗ്രഹമാണ്. അതിന്റെ അറ്റം വരെ നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ കൂടെ ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. 1 മണിക്കൂർ ക്ലാസ് ആണോ എന്ന് പലരും ചോദിച്ചു. 1 മണിക്കൂർ ക്ലാസ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ചിലപ്പോൾ ചില ടോപ്പിക് 1.25 ആയേക്കാം, ചിലപ്പോൾ ചിലത് 50 മിനിറ്റിൽ തീർന്നേക്കാം. യെസ്, അപ്പൊ അത് ഓരോ ദിവസത്തെ ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഏകദേശം ഒരു 1 അവർ റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക കേട്ടോ. പിന്നെ PDF ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ റെക്കോർഡഡ് ക്ലാസ് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം, ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയേണ്ടി വരും തോന്നുന്നു. യെസ്, അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ അതും അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സാറിനെ ഡയറക്റ്റ് കണ്ട് പഠിക്കുമ്പോൾ ശരിക്കും ക്ലാസ്സിൽ വരുന്ന ഫീലാണ്. ക്ലാസ്സിൽ വരുന്ന ഫീൽ ഉണ്ടോ? ഓക്കെ, ക്ലാസ്സിൽ വരുന്ന ഫീൽ ഉണ്ടോ? ഓക്കെ, എന്നാ മതി. ഓക്കെ യെസ്, ഫെബ്രുവരി 7 ആണ് നമ്മുടെ ടാർഗറ്റ്. അതിന് മുമ്പേ ഈ പറയുന്ന 10-40ഓളം ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇല്ല, അതൊക്കെ നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം പിന്നെ അഡീഷണൽ ക്ലാസ്സും ഈ കോഴ്സിൽ ഉണ്ടാവും. 29-ാം തീയതി 28-ാം തീയതി വരെ ലൈവ് ക്ലാസ് ഉണ്ടാവും. 31 വരെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ യെസ്, പരമാവധി ക്ലാസ്സുകൾ അത് PDF ആയിട്ടും ക്ലാസ് ആയിട്ടും എല്ലാം ഈ ഒരു കോഴ്സിൽ ഉണ്ടാവും. ഓക്കെ യെസ്, ഓക്കെ, എല്ലാ പരീക്ഷക്കാർക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ പാർലമെന്റ് മന്ദിരം നമ്മൾ സെറ്റ് ആണെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ 80% ആണ്, 20% നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് വരണം. ഓക്കെ, ബാക്കി നമ്മൾ പഠിച്ച 80% ചിലപ്പോ മനുഷ്യനാണ്. ഇപ്പൊ റാമിലേക്ക് കയറിയിട്ടുള്ളൂ. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ്. കമ്പ്യൂട്ടറിന്റെ കോഴ്സ് നമുക്ക് പിന്നെ വരും കേട്ടോ, മാർച്ച് അപ്പുറത്തേക്ക് വരും. LSD അടക്കമുള്ള ഏത് കമ്പ്യൂട്ടറിന്റെ പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് കമ്പ്യൂട്ടർ അടിക്കാനുള്ള കോഴ്സ് നമ്മൾ വരുന്നുണ്ട്. ടൈപ്പിസ്റ്റിന്റെ കോഴ്സ് വരുന്നുണ്ട്. ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ജനുവരി 15-ന് ഒരു പുതിയ കോഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താ, നമ്മുടെ റാമിലേക്കാണ്, ടെമ്പററി മെമ്മറിയിലേക്ക് ഇപ്പൊ കയറിയിട്ടുള്ളൂ കേട്ടോ. അത് പെർമനന്റ് മെമ്മറി ആയ ഹാർഡ് ഡിസ്കിലേക്കോ SSD-യിലേക്കോ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ചെയ്യണം കേട്ടോ. യെസ്.